കുട്ടിക്കലാശം കഴിഞ്ഞതോടുകൂടി ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിച്ചുവെന്ന് പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ പറയുന്നു. ക്രമ നമ്പർ 9 സ്ഥാനത്ത് നിന്ന് 1 സ്ഥാനത്തേക്ക് താൻ കുതിച്ചു കയറുമെന്ന് ഡോക്ടർ പി സരിൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി അതിരാവിലെ തന്നെയുള്ളത് അദ്ദേഹത്തിന്റെ വീടിന് പരിസരത്താണ്. അതായത് പാലക്കാട് അദ്ദേഹം താമസിക്കുന്ന അദ്ദേഹത്തിന്റെ വീട് ഉൾപ്പെടുന്ന കാടാങ്കോട് ചിന്താനഗറിലാണ് ഉള്ളത്. അദ്ദേഹം നാട്ടുകാരോട്, സ്വന്തം അയൽവാസികളോടൊക്കെ വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നാടാണ് അല്ലെങ്കിൽ ഇവിടുത്തെ താമസക്കാരനാണ്, അതൊക്കെ വലിയ വിവാദമൊക്കെ ആയിരുന്നു. സരിനയുടെ സ്വന്തം നാട് എന്ന തരത്തിലേക്ക് തന്നെ തൊട്ടടുത്ത് താമസിക്കുന്നു. ആ പ്രദേശത്തെ നാട്ടുകാരാണ്. എങ്ങനെയുണ്ട് ഒരു അനുഭവം? എങ്ങനെ? ഞാൻ വന്ന് താമസാക്കിയ നാടാണ്, സ്വന്തം നാട് എന്ന് പറഞ്ഞാൽ അതിനി വേണ്ട അവകാശവാദമൊന്നും ഞാനും ഉന്നയിക്കുന്നില്ല. ഞാനിവിടെ വന്ന് താമസക്കാരനായ ഒരാളാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ 2 കൊല്ലം തുടർച്ചയായി താമസിച്ചിരുന്നു കോവിഡിന് മുന്നേ. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അന്നുള്ള പരിചയങ്ങളുണ്ട് ഒരുപാട്. പിന്നീട് വന്നും പോയിക്കൊണ്ടിരിക്കുന്നൊരു രീതിയാണ്. ആളുകൾ കാത്തു നിൽക്കുകയാണ്, സ്ഥാനാർത്ഥിയെ കാണാൻ വേണ്ടി ആളുകൾ കാത്തു നിൽക്കുകയാണ്. അതിനിടയിലാണ് പ്രതികരണം. കാരണം ഓട്ടമാണ്. രാവിലെ ഞങ്ങൾ ഏതാണ്ട് 1 കിലോമീറ്ററോളം ഞാനും സ്ഥാനാർത്ഥിക്കൊപ്പം 1.5 കിലോമീറ്ററോളം ഞങ്ങൾ നടന്നു. അതിനുശേഷമാണ് വരുന്നത്. പക്ഷേ സ്ഥാനാർത്ഥി ഫുൾ എനർജിയാണ്. നാട്ടുകാർ സൗഹൃദമൊക്കെ പങ്കിടുകയാണ്. എന്തായാലും വലിയ ആത്മവിശ്വാസം ആളുകളുടെ ഭാഗത്തു നിന്നുണ്ട്. രാവിലെ തന്നെ ടീഷർട്ടൊക്കെ ഇട്ട ആളുകൾ വലിയ പ്രചാരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് സ്ഥാനാർത്ഥി നല്ല ബിസിയാണ്. സ്ഥാനാർത്ഥിക്ക് യാതൊരു രക്ഷയില്ല. ഇന്ന് വലിയൊരു ഓട്ടപ്രദക്ഷിണം തന്നെ ആയിരിക്കും അല്ലേ? ഓട്ടപ്രദക്ഷിണം എന്ന് പറയുമ്പോൾ അത് ഫോർമാലിറ്റി അല്ലേ? അങ്ങനെയല്ല, നമ്മൾ ആളുകളുടെ അടുത്ത് ഓടി എത്തുകയാണ്. അപ്പൊ അങ്ങനെ ചെയ്യും നമ്മൾ. തീർച്ചയായും സ്ഥാനാർത്ഥിക്ക് അതാണ് പറയാനുള്ളത്. ആളുകളുടെ അടുത്ത് ഓടി എത്തുമെന്നാണ്. എന്തായാലും വലിയ തോതിൽ ഒരു വിജയപ്രതീക്ഷയല്ലേ ഇപ്പോൾ? പിന്നെ തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി പ്രവർത്തകരൊക്കെ നല്ല ഫുൾ ഫോമിലാണ് നിൽക്കുന്നത്. ഇന്നലത്തെ കൊട്ടിക്കലാശം കഴിഞ്ഞോട്ട് പ്രവർത്തകർ നല്ല ഫോമിലാണ് സാറിനേട്ട. എല്ലാവർക്കും വലിയ ആത്മവിശ്വാസമുണ്ട്. ഈ പാലക്കാടൻ ജനതയുടെ ജനാധിപത്യ ബോധം ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള ആദരമാണ് ഞങ്ങളുടെ ഇലക്ഷൻ പ്രചരണം എന്നുള്ളത്. നമസ്കാരം വിജയമാരേട്ടാ. തീർച്ചയായും ശരി. ശരി. തീർച്ചയായും ഇങ്ങനെ അയൽവാസികളുടെ ഒരു പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മറ്റൊന്നുമല്ല, 9 സ്ഥാനത്താണുള്ളത്. പക്ഷേ അതിൽ നിന്ന് 1 സ്ഥാനത്തേക്ക് കുതിച്ചു വരും എന്ന് ഇടതു പ്രവർത്തകർ ഒന്നടങ്കം തന്നെ പറയുന്നുണ്ട്. സരിൻ അതിനുവേണ്ടിയുള്ള ഒരു ഓട്ടത്തിൽ തന്നെയാണ്. 9 നിന്ന് 1 അങ്ങനെയല്ല, 1ാമത് മാത്രമാണ്. 9 എന്നുള്ളത് അല്ല, അത് ആ വോട്ടിംഗ് മെഷീനിലുള്ള നമ്മുടെ ക്രമം മാത്രമാണല്ലോ. ജനങ്ങളുടെ മനസ്സിൽ നമ്മൾ 1ാമതാണ്. അത് ജനങ്ങൾ അടിവരയിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഡോക്ടർ സരിൻ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി പോവുകയാണ്. അനന്തു വി നായർക്കൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. എന്തായാലും നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസമാണെന്ന് പാലക്കാട്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെല്ലാം അതിരാവിലെ തന്നെ നല്ല തിരക്കിൽ സ്ഥാനാർത്ഥികളുടെ ഹൃദയം കവർന്നെടുക്കാൻ വേണ്ടിയുള്ള വോട്ടർമാരുടെ ഹൃദയം കവർന്നെടുക്കാനുള്ള തിരക്കിലാണ്. സ്ഥാനാർത്ഥികളെ അവരെ വഴിക്ക് ഇനി നമുക്ക് NDA സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥിയും നമുക്ക് കണ്ടുമുട്ടാം.